ഇടുക്കിയുടെ മിടുക്കനാര എന്ന ചോദ്യത്തിന് വോട്ടർമാർ ഉത്തരം നൽകിയിരിക്കുന്നു. ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ ചരിത്ര ഭൂരിപക്ഷവുമായി UDFിലെ റോയി കെ പൗലോസ്. റോഷിയെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരണമെന്നതായിരുന്നു ആദ്യത്തെ DCCയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ആഗ്രഹം. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു, പിടിച്ചുകെട്ടിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ഇടുക്കിയിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നതിലും UDFിൻ്റെ അല്ലെങ്കിൽ UDF ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ടും അംഗീകരിച്ചതിലും അതിനനുസരിച്ച് ഞങ്ങളെ സഹായിച്ചതിലുമുള്ള വലിയ നന്ദി ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ വലിയ പ്രത്യേകതയുണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച്. കാരണം 20 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് MLA ഉണ്ടാകുന്നത്. 36 വർഷത്തിന് ശേഷമാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഈ ഒരു വലിയ മാറ്റമാണ്, രാഷ്ട്രീയമായി വലിയ മാറ്റമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതിൽ വലിയ സന്തോഷം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങളുടെ സന്തോഷത്തോടൊപ്പം ഞങ്ങളുണ്ട്. ആ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇടുക്കിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയാണ്, UDF അധികാരത്തിൽ വന്നാൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾക്കതിന് നല്ല കൃത്യമായ ധാരണയുണ്ട്. ആ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭൂപ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അതിൽ UDF എടുത്ത നിലപാടിനോടുള്ള ജനങ്ങളുടെ അംഗീകാരമായാണ് ഇതിനെ കാണുന്നത്. ഞങ്ങളെടുത്ത നിലപാടിനോടുള്ള അംഗീകാരം വളരെ നന്നായി ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ ഈ നാട്ടിലെ വിഷയങ്ങളിൽ, ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ LDF ഗവൺമെൻറ് എടുത്ത ജനവിരുദ്ധ കർഷക വിരുദ്ധ നിലപാടുകളോടുള്ള പ്രതികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടുമുണ്ട്. ഈ ഇടുക്കിയിലെ കുടിയേറ്റ മേഖലയുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ വാസയോഗ്യമായ സ്ഥലങ്ങളെ സംബന്ധിച്ചുമൊക്കെ റോയിച്ചേട്ടനെതിരെ വലിയ ആരോപണങ്ങൾ, ഒരുപക്ഷെ വ്യക്തിപരമായി തന്നെ പഴയ ക്ലിപ്പിങ്ങുകളൊക്കെ ഉപയോഗിച്ച ആരോപണങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് നേരിട്ടത്? ഞാൻ അതിനൊക്കെ ഒരു വിലയും കൽപ്പിക്കാത്ത ആളാണ്. ഞാൻ തിരിച്ച് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കൊടുത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എനിക്കെതിരായി നടത്തിയ, ഞാൻ പരിസ്ഥിതിവാദിയാണ്, ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായി നിൽക്കുന്നയാളാണ്, ഞാൻ ജയിച്ചാൽ കളക്ട്രേറ്റ് തൊടുപുഴയ്ക്ക് കൊണ്ടുപോകും എന്ന് തുടങ്ങി എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് അവിടെ നടത്തിയത്. അപ്പോൾ ഈ പ്രചരണങ്ങൾക്കൊന്നും ഞാൻ ഒരു വിലയും കൊടുത്തില്ല. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും തിരിച്ച് ഞാൻ കൊടുത്തില്ല. സോഷ്യൽ മീഡിയയിൽ കൂടി പോലും ഞാനൊരു കാര്യം ചെയ്തില്ല. കാരണം ഞാൻ ആരാണെന്നുള്ളത് ഇടുക്കിയിലെ ജനങ്ങൾക്കറിയാം. ഞാൻ ഇന്നും ഇന്നലെയും ഈ നാട്ടിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളല്ല. നൂറ്റാണ്ട് കാലത്തോളമായി KSU പ്രവർത്തകനായി ഈ ജില്ലയിൽ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്ന ആളാണ്. ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ ജില്ലയിലെ ജനങ്ങളെ വളരെ നന്നായി, വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ഇഷ്യൂസ് എന്താണ്, ആ ഇഷ്യൂസിൻ്റെ കാരണം എന്താണ്, അതാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്യൂസാണ്, അതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജില്ലയിലെ ജനങ്ങളെ സഹായകരമായ നിലപാടെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെട്ട ആളാണ് ഞാൻ DC പ്രസിഡന്റ് എന്ന നിലയിൽ. കേരളത്തിൽ നിയമസഭാ സമ്മേളനം പ്രത്യേകമായിട്ട് ഈ ഒരൊറ്റ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് KPCCയുടെ മീറ്റിംഗ് ഈ സിംഗിൾ അജണ്ട വെച്ച് കൂടി ഈ വിഷയത്തിൽ എന്തായിരിക്കണം കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം, അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച എന്നെപ്പറ്റിയാണ് ഈ പറയുന്ന ആശയം ഉന്നയിച്ചത്. ഉമ്മൻ കമ്മിറ്റിയെ വയ്ക്കുന്നതിനടുത്ത് തീരുമാനത്തിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ആളാണ് ഞാൻ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അന്ന് ലഭിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ച അവസരം ഞാൻ പൂർണ്ണമായിട്ടൂടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരുപാട് ലാൻഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പട്ടയം കൊടുക്കുന്നതിലെ തടസ്സങ്ങൾ. ഇവിടെ പെരിഞ്ചാംകുട്ടി മുതൽ ചതുരംഗപ്പാറ വരെയുള്ള 10-15 വില്ലേജുകളിൽ പട്ടയം കൊടുക്കത്തില്ലായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങൾ. പ്രധാനപ്പെട്ട എൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് സർക്കാർ ഉത്തരവുകൾ ഒന്നിനു പുറകെ 3 ഉത്തരവിറങ്ങിയ പട്ടയം കൊടുത്ത് 10,000-ലേറെ കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കെല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയെയാണ് ഞാൻ. പരിസ്ഥിതിവാദിയാണ് ഞാൻ, വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജപ്രചരണങ്ങൾ ചില പെയ്ഡ് ന്യൂസുകാർ ഇറക്കി അത് ചിലർക്ക് ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾക്കൊന്നും ഒരു വിലയും ഈ നാട്ടിലെ ജനങ്ങൾ കൽപ്പിച്ചില്ല എന്നുള്ളത്, കൽപ്പിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനൊരു മറുപടി പോലും കൊടുക്കാറുണ്ട്. എന്നോട് പലരും ചോദിച്ചു ഇതിൻ്റെ മറുപടി വിടും. ഞാൻ പറഞ്ഞു ഒരു മറുപടിയും വേണ്ട, ഇതൊന്നും ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല ഈ നാട്ടിലെ ജനങ്ങൾ. കാരണം എന്നെ അറിയാം ആളുകൾക്ക്, ഞാൻ MLA മന്ത്രിയാവുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഞാനിവിടെ ഏത് രീതിയിലാണോ ജനങ്ങളുടെ ഇടപെട്ടിട്ടുള്ളത് അവർക്കൊക്കെ റോയി കെ പൗലോസ് ആരാണെന്നറിയാം, എൻ്റെ രീതി എന്താണെന്നറിയാം. ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞു, ധിക്കാരിയാണെന്ന് പറഞ്ഞു, ഗൗരവക്കാരനാണ്, എന്തെല്ലാം ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളുകളെ കെട്ടിപ്പിടിക്കുക, സോപ്പിടുക, ഉമ്മ വയ്ക്കുക, അതാണ് പൊതുപ്രവർത്തനം ഞാൻ ചിന്തിക്കുന്ന ആളല്ല. എനിക്കങ്ങനെ ഒരു സ്വഭാവവും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ജനങ്ങൾ മുഖയിലേക്ക് എടുത്തില്ല. അവർ എടുത്തത് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസാണ്. ആ ഇഷ്യൂസ് ആരുണ്ടാക്കി?
അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടവരുണ്ടാക്കിയിട്ടുണ്ടോ? ഇതിനാണ് വിലയിരുത്തിയത്. ആ വിലയിരുത്തലിലാണ് ഇടതുപക്ഷം ഇതുപോലെ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരിക്കൽ കൂടി അമൃത വാർത്തകളുടെ എല്ലാ അഭിനന്ദനങ്ങളും. ഇടുക്കിയിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്.